ഹലോ ഫ്രണ്ട്സ്, മൈ മസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണോ? ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു. പിന്നെ ഞങ്ങള് കുറച്ചു നാളായിട്ട് ഞങ്ങള് വീഡിയോസ് ഒന്നും ഇടുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും എല്ലാം കുറവാണ്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. നമുക്ക് അമ്മ ഡെയിലി നോക്കും സബ്സ്ക്രൈബേഴ്സ് എത്രയായി, വ്യൂസ് കൂടുന്നുണ്ടോ. പക്ഷെ ഞങ്ങള് വീഡിയോ ഇടുന്നില്ല, ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റ്. ഞങ്ങൾ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. ഇനി ഞങ്ങൾ ശ്രമിക്കും കേട്ടോ. വീഡിയോ ഞങ്ങൾ ഡെയിലി ഇട്ടില്ലെങ്കിലും ആഴ്ചയിൽ വീക്കിലി എങ്കിലും ഞങ്ങൾ വീഡിയോസ് ഇടാൻ ഞങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇപ്പൊ നമ്മൾ ക്രിസ്മസ് ഒക്കെ ആയി. ഞങ്ങളുടെ വീഡിയോ കേക്ക് ഒന്നും അല്ല കേട്ടോ. കഴിഞ്ഞ ക്രിസ്മസിന് ഞങ്ങൾ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പോയി കാണുക. പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കറിയാണ്. ഇനി അമ്മ പറയും ബാക്കി. അതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോളൂ. എന്താന്ന് വെച്ചാല് മട്ടനും ചിക്കനും ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഒരു തരം മുളക് പൊടി ഉണ്ടാക്കുന്നുണ്ട്. കുത്താമ്പൊഴി എന്നാണ് പേര്. തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമലയുടെ അടുത്താണ്. അത് ഗ്രാമപ്രദേശമാണ്. ഇപ്പം അത് ടൗൺ പോലെ ബസ്സൊക്കെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അന്നും അവിടെ എല്ലാവരും മുളക് പൊടി പൊടിച്ചിട്ടാണ് എല്ലാവരും ഈ ഞായറാഴ്ച എല്ലാ വീട്ടിലും നോണായിരിക്കും അവിടെ. അപ്പം ഈ പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. ഇപ്പം അത് കടയിൽ പ്രത്യേകം 18 വക ചേരുവകളൊക്കെ ചേർത്തി പൊടി ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. അപ്പം ആ പൊടി വാങ്ങിയിട്ടാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ 1-2 പ്രാവശ്യം വാങ്ങിക്കൊണ്ടതൊക്കെ ഉണ്ടാക്കി നോക്കി. നന്നായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. നിങ്ങളെല്ലാവരും അത് മിസ് ചെയ്യാതെ കാണണം. കുത്താമ്പളി അമ്മയുടെ നാടാണ്. അമ്മ അവിടെയാണ് ജനിച്ചു വളർന്നതൊക്കെ. കുത്താമ്പളിക്കൊക്കെ പോകുന്ന സ്ഥലത്ത് പണ്ടൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഓരോരുത്തർ വീട്ടിൽ തന്നെയാണ് പൊടിക്കാറ്. ഇപ്പോഴാണ് ആൾക്കാരെ കടയിൽ നിന്ന് വാങ്ങുന്നത്. ഇപ്പൊ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്ന മട്ടൻ കറിയാണ് അവിടെ ഉണ്ടാക്കേണ്ടത്. എല്ലാവരും മട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെയൊക്കെ ബോയിലർ മട്ടനല്ലേ കിട്ടുക. അവിടെ നാടൻ മട്ടൻ കിട്ടും. അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ കറി മുളക് പൊടി വെച്ച് മട്ടൻ കറി ഉണ്ടാക്കിയാൽ സൂപ്പറായിരിക്കും. രസം കൂട്ടി കഴിക്കണം. അതെ, അതാണ് മെയിൻ കോംബോ. ഈ കറിയുടെ കൂടെ രസമാണ് കോംബോ ആയിട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് രസം കൂടി ഒഴിച്ചിട്ട അടിപൊളിയായിരിക്കും. അപ്പൊ എല്ലാരും വീഡിയോ മിസ് ചെയ്യാതെ കാണാം. ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് പോയി കണ്ടിട്ട് വരാം. ഇത് 1 കിലോ മട്ടനാണ് ഇട്ടോളൂ. കുക്കർ പാത്രത്തിലാണ് ഞാൻ വെക്കാൻ പോണത്. കുക്കർ പാത്രത്തിലേക്ക് എടുത്തിടുകയാണ്. കുത്താമ്പള്ളി മട്ടനൊന്നും കുക്കർ പാത്രത്തിൽ വെക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ പാത്രത്തിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ്. അവിടുത്തെ മട്ടൻ വേഗം വെന്ത് കിട്ടും. ഇവിടെയൊക്കെ വേഗണമെങ്കിൽ 2 വിസിൽ 3 വിസിലൊക്കെ വെക്കണം. ഇനി ഇതിൻ്റെ കൂടെ ചെറിയുള്ളി കുറച്ച് ഇതുപോലെ മുറിച്ച് വെച്ചതാണ്. കുറച്ച് ചെറിയുള്ളി ചേർക്കുക. എന്നിട്ട് ഇഞ്ചി പിന്നെ ചെറിയൊരു തക്കാളി. കുറച്ച് ഉപ്പും ചേർത്ത് പോരെങ്കിൽ പിന്നെ ഇടാം നമുക്ക്. വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിന് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലപോലെ എടുത്തിട്ടൊന്നും കരിവേപ്പില വേണോ? നീ വേണോ? കരിവേപ്പില കുറച്ച് ഇടുന്നുണ്ട്. പിച്ചിയിടാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മുളക് പൊടി എപ്പോഴാണ് ഇടുന്നത്? മുളക് പൊടി ഇത് മിക്സ് ചെയ്ത് നല്ലൊരു മണം വരും. ഈ വെളിച്ചെണ്ണയും ഉപ്പും ചെറുള്ളി ഇഞ്ചി എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യണം.
നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. നന്നായി അമർത്തി മിക്സ് ചെയ്യണം. അപ്പോഴേ ഇതിൽ നല്ലൊരു മണം കിട്ടുള്ളൂ. ആ മണം വന്നാലാണ് കറിക്ക് ടേസ്റ്റ്. മുളക് പൊടി ഇട്ടിട്ടും ഇതേപോലെ മിക്സ് ചെയ്യണം. മിക്സ് ഞായറാഴ്ച പോയാൽ അവിടെ എല്ലാ വീട്ടിലും മട്ടനോ ചിക്കനോ എന്തെങ്കിലും ഒരു നോണേ ഉണ്ടാവുള്ളൂ. ഏത് വീട്ടിൽ പോയാലും ഞായറാഴ്ച ഒരു പ്രത്യേക ദിവസമാണ്. പണ്ട് ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ അങ്ങനെ ഇരുന്നാലുണ്ട്. പക്ഷേ ഇത്രയൊന്നും പുരോഗമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് പല പുതിയ തലമുറകൾ വരുമ്പോഴൊക്കെ ഓരോന്നും മാറാണല്ലോ. പതിവ് അതുപോലെ കുത്താമ്പുള്ളിയും മാറി. നല്ല മണം വരുന്നുണ്ട്. മണം വരില്ലേ? ഉണ്ട്. ഇനി പൊടിയിടാം. ഇതിപ്പോൾ കറിയത്തെ പൊടി നമ്മൾ ഉണ്ടാക്കിയ കുത്താമ്പുളിപ്പൊടി തന്നെ വേണമെന്നില്ല. നമ്മളെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് ഇതേപോലെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. പക്ഷേ ഈ ടേസ്റ്റ് വേണമെങ്കിൽ ഈ പൊടിയിൽ വേണം. നിങ്ങൾ അടുത്ത കുത്താമ്പുളിക്ക് ആരെങ്കിലും പറയുന്നവരോ കാണാൻ പോവുകയോ അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും പോകണമെങ്കിൽ അവിടുത്തെ പൊടി വാങ്ങിക്കൊണ്ടുവന്ന് അവിടെ പുഴയുണ്ട്. അവിടെ ഭാരതപ്പുഴയുണ്ട്. ഒരു അമ്പലം മണ്ഡപമൊക്കെ ഉണ്ട്. പുഴയുടെ അടുത്ത് ചെറിയൊരു കടയുണ്ട്. അവിടെ പോയാൽ ഈ മുളക് പൊടി വാങ്ങാൻ കിട്ടും. കിലോ 800 രൂപയാണ് വില. ഞങ്ങൾ 1/2 കിലോ വാങ്ങിക്കുള്ളൂ. അവിടെ ചിക്കനും മട്ടനും ഫേമസ് ആണ്. അങ്ങനെ കൈത്തറി നെയ്ത് സാരി സെറ്റും കൊണ്ട് ഫേമസോ അതേപോലെ അവിടുത്തെ ചിക്കനും മട്ടനും ഫേമസ് ആണ്. അവിടുത്തെ മട്ടൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എത്ര സ്പൂൺ ഇടും അമ്മേ? 5-6 സ്പൂൺ. നാലര സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ വേണ്ടി വരും കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് അവിടെ 3 ഭാഗത്തും വെള്ളമാണ്. പുഴകളാണ്. ഒന്ന് തെക്കേപ്പുഴ, ഒന്ന് ഭാരതപ്പുഴ, പിന്നെ ഒരു 2ഉം കൂടി ഒത്തുവരുന്ന ഒരു പുഴയുണ്ട്. അതിൻ്റെ പേര് എനിക്കറിയില്ല. നടുവിലാണ് ഈ ഗ്രാമം. പണ്ടൊന്നും ബസ്സൊന്നും ഓടുണ്ടായിരുന്നില്ല. എന്തിനും നമ്മൾ ട്രെയിനിലേ പോകേണ്ടതാണ്. ഭാരതപ്പുഴ കടന്ന് ട്രെയിൻ കയറിയിട്ടാണ് എല്ലാവരുടെയും പോവുക. പിന്നെ ബസ്സൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ട്രെയിനിലേക്ക് ആരും പോണില്ല. കൂടുതൽ ഒക്കെ ബസ്സിൽ തന്നെയാണ്. നല്ല മണം വരുന്നുണ്ട്. ഇനി തേങ്ങാപ്പാൽ ഒഴിക്കണം. ഇതിൻ്റെ കൂടെ 1 കിലോ ഇറച്ചിക്ക് വലിയൊരു തേങ്ങ എടുക്കണം. പച്ച തേങ്ങ. വലിയ തേങ്ങ ആണെങ്കിൽ 1 തേങ്ങ മതിയാകും. ചെറുതാണെങ്കിൽ ഒരു കൂടി ജാസ്തി എടുക്കേണ്ടി വരും. ഞങ്ങളുടെ ചെറിയ തേങ്ങ ആയതുകൊണ്ട് ഞാൻ 4 മൂടി എടുത്തിട്ടുണ്ട്. 4 മൂടിയിൽ നിന്നെടുത്ത് തേങ്ങാപ്പാലാണ്. 1-ാം പാല് 2-ാം പാല് വേർതിരിക്കൊന്നും വേണ്ട. എല്ലാ പാലും ഒന്നിച്ചെന്നെ ഒഴിച്ചാൽ മതി. ഒഴിക്കുകയാണ് ഞാൻ. എന്താണ് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഉപ്പും എരിവൊക്കെ മതിയോ നോക്കുക. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്തിൽ വയ്ക്കാം. എത്ര വിസിലാമേ? 2 വിസിൽ. അടുപ്പത്ത് വയ്ക്കാനേ. ഇത് 2 വിസിൽ വന്നതിന് ശേഷം പ്രഷറൊക്കെ പോയിട്ട് നമുക്ക് തുറക്കാം. പ്രഷറൊക്കെ പോയി തുറക്കണ്ട്.
മട്ടനൊക്കെ വെന്തിട്ടുണ്ട്, ചൂടാണ്. ചൂട് അടുപ്പ് കത്തിച്ചു. ഇത് ഈ പാല് കുറച്ച് വറ്റണം, അപ്പോൾ ഈ കൂട്ട് കറക്റ്റായി വരുള്ളൂ. ഇതിപ്പോ വറ്റണം അല്ലമ്മ? ഇത് കുറച്ച് നേരം വറ്റണം, ഗ്രേവി പോലെ ആവണം. അത് വറ്റട്ടെ. തുറന്ന് വെച്ചാൽ മതി, അടയ്ക്കൊന്നും വേണ്ട. ഞാൻ തുറന്ന് വെച്ചത് വെള്ളം തിളച്ച് വെള്ളം ഒന്ന് വറ്റി കിട്ടണം. ഈ വെള്ളം ഒന്ന് കുറച്ച് വറ്റി, നന്നായി വറ്റണ്ട, കുറച്ച് വറ്റിയാൽ മതി. ഗ്രേവി പോലെ വരും, അപ്പം നിർത്താം. ഓക്കെ. ഇത് ആറിക്കഴിഞ്ഞാൽ ഈ പാകമാകും. ഇതാണ് കറക്റ്റ് പാകം. ഇതിൽ നിർത്തണം, അപ്പോഴേ ഈ പാകമായി കിട്ടുള്ളൂ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മട്ടൻ കറി, ചിക്കൻ കറി ഇതുപോലെ തേങ്ങാപ്പാലെടുത്ത് ഒഴിച്ച് വെച്ച് ഒരിക്കൽ കഴിച്ചവർ പിന്നെ ഇതുപോലത്തെ ഉണ്ടാക്കി കഴിക്കുന്നു. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുത്താമ്പള്ളിക്ക് ആരെങ്കിലും പോണവരുണ്ടെങ്കിൽ ഈ പൊടി വാങ്ങിക്കൊണ്ടുവന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ഹാപ്പി ക്രിസ്മസ്.